ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നൊരു അൽഫാം ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലം തിരഞ്ഞെടുത്താണ്. നല്ല വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലം. ഇത് നമ്മളെ ചെറുക്കന്മാര് ഓലിപ്പോ അൽഫാമിനുള്ള പീസുകളൊക്കെ അങ്ങനെ കഴുകുന്നുണ്ട്. ഇനി നമുക്കിതുമ്മേ ലൈനൊക്കെ ഇടാണ്ട്. അപ്പൊ ഇത് കഴുകി കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിക്കാണ്. പിന്നെ അതിന് വേണ്ട സാമഗ്രികളൊക്കെ ഒരുക്കുന്നതാ. വായന്റെ ലൈൻ ഇവിടെ എടുക്കണേ. ഉഷാറായിക്കോട്ടെ കഴുകല്. ചിക്കൻ കഴുകല് ഞാൻ കരുതി ആ മഴ ചെയ്യണണ്ടപ്പോ ഒന്ന് ഫുള്ള് മഴ ചെയ്യണത്. ആ ചീനച്ചട്ടി എടുത്തോണ്ട് എന്തായി? ആ കരി സേഫായി. സാക്കളെ മോളിന്ന് വരാം. അപ്പൊ ഇനി ചിക്കൻ വരാൻ പോവാണ്. ഇതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു കറി നോക്കും. ഈ വര പോരെ, ഇങ്ങനെ പോരെ. ആ മരം ക്ലിയർ ആണോ? ഇങ്ങനെ നെറ്റൊന്ന് വെച്ചോക്കാം ആദ്യം. നെറ്റുമ്പോ വെക്കണ്ട്. ഇതാ പണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോ. ഇതിന് മഞ്ഞപ്പൊടി ഉണ്ടോ? നല്ല ഇത്
എന്റെ ചാവി പിന്നെ തീയത്തിയാലോട് ഇപ്പൊ കാര്യം അത് അങ്ങനെ കുടിച്ചാൽ തീപിടികൾക്ക് വരും. പിന്നെ അടുത്ത വീഡിയോ ഉണ്ട് സാക്കളെ നമ്മളെ പേപ്പർ ഇതിന്റെ കവറൊക്കെ എടുത്താണ് ഈ പ്ലാസ്റ്റിക് കവർ കത്തിക്കാൻ മതി. നല്ല പരിശ്രമം നടത്തുന്നുണ്ട് തീ കത്തിക്കാൻ. മഴ പെയ്താണ് തീ കത്തുന്നില്ല. കൈ കൊണ്ടു നോക്കട്ടോ, അത് കിട്ടും. വര ഉഷാറായിട്ടുണ്ട്. എടാ വര ഒന്നുകൂടെ കാണിക്കും. നമ്മള് പ്രേക്ഷകർക്ക് ഇനി ആരെങ്കിലും വരക്കാൻ വിളിക്കണേ എന്റെ നമ്പർ ഒന്നുണ്ട്. 1 മണിക്കൂർ വെക്കണം. അത് ചൂടാക്കിയിടാന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. അപ്പൊ മസാല തേക്കണ ആഷിക്കിന് പണി കൊടുത്തിക്കാണ്. അപ്പൊ ആഷിക്ക് മസാല ഇങ്ങനെ തേച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത ആൾക്ക് അടുത്ത പണി കൊടുത്തിട്ടുണ്ട്. എനിക്കിഞ്ഞി ഇവിടെ ചിക്കന്റെ ബാക്കി പീസുകളൊക്കെ കറി വെക്കാനുള്ള പണിയാണ്. അതിന് ഒരുങ്ങാണ് അമീർ. പിന്നെ ഇവിടെ 2 ആൾക്ക് തീ കത്തിക്കാനുള്ള പണിയാണ്. ഇവര് പിന്നെ കാണികളായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരാള് മഴ വരുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. കൊറേ ആൾക്കാരെ പരിശ്രമം വിജയിച്ചു, കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഇനി അടുത്ത കറിക്കുള്ള സെറ്റപ്പാണ്. ഉള്ളി കട്ടി ചട്ടി അടുപ്പത്ത് വെച്ചു. പരിപാടി തുടങ്ങല്ലേ? നമുക്ക് ആ പുകയത്ത് പിടിച്ചോളാം. ഓലക്കുടിയെ പുകയത്ത് പിടിച്ചോളാം. കത്തിക്കോട്ടെ. ഒരു കനലൊന്ന് പിടിച്ചിട്ടാ പുറത്ത് പോയിട്ട് ആ വിശറി വരുമ്പോ വെള്ളം കൊണ്ടാ വരുന്നത്. നല്ല മഴ. കറി വെക്കാൻ തുടങ്ങി. നല്ല മഴയാണ് പുറത്തൊക്കെ നല്ല മഴയാണ്. എല്ലാരും കോട്ടൊക്കെ ഇട്ടിരിക്കും. ശോകാവസ്ഥ. ഏതാണെങ്കിലും ഒക്കെ കണക്ക് തന്നെ
അൽഫാം പീസുകൾ വെക്കാൻ തുടങ്ങി. ഒന്നുകൂടെ ഉഷാറായിട്ട് വന്നു. കറി ഇവിടെ സെറ്റായി. തീ കത്തണ്ട, എണ്ണ കുറേ ഇങ്ങനെ ഒരു തൊയിലും കാട്ടി ആ നാരങ്ങ ഒന്നുകൂടെ വീഞ്ഞാ വെറുതെ ആക്ഷന് ഉള്ള പുളിയും ഇതൊക്കെ ആവും. അല്ല അതിന്റെ സെന്ററിൽ കുറച്ച് ഇവിടെയൊക്കെ വരണ്ടായിരുന്നു. ഇനി ഇടണ്ട. എന്റെ അഭിപ്രായം അവിടെ കട്ടെ. എന്റെ അഭിപ്രായം ഒരു മിനിറ്റ് കേട്ടോ. റിപ്പോർട്ട് അൽഫാം എങ്ങനെയുണ്ട്? അബീറ ഇങ്ങോട്ടൊക്കെ അൽഫാം എങ്ങനെയുണ്ട്? റൗണ്ട് അടിച്ചു റൗണ്ട് അടിച്ചു റൗണ്ട് അടിച്ചു സാധനം നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കും. ആണ് സാധനം ഏതാനും ഉഷാറായിക്കണു. നല്ലൊരു ചെറിയ മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ല ഇപ്പൊ ചെറുതായിട്ടുള്ളു. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മളെ ഫിറോസ് ഖാന്റെ കൂട്ടാട്ടോ ഇതില് കൂട്ടിക്കണേ. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി ഫിറോസ് ഖാന്റെ വീഡിയോ കണ്ടാണ് ഞങ്ങൾ തുടങ്ങിക്കണേ. അതുകൊണ്ട് കൂട്ടും കാര്യങ്ങളും ഞങ്ങൾ പറയുന്നില്ല. അത് പറയില്ല. എന്നാ മിന്നിക്കോളൂ സാധനം ഉഷാറായിക്കോട്ടെ. ഗ്രില്ല് ഇവിടെ വെച്ചതാ. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ ആഴ്ചയിൽ ഉണ്ടാക്കാം. ഉള്ളിയൊട്ടിയില്ല. ഉള്ളിയൊട്ട് ഈ വെട്ടാറിന് അപ്പൊ സാധനമൊക്കെ സെറ്റായി. ഇനി കഴിക്കാം. ഡെക്കറേഷൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളൂ. ഈ വീഡിയോയിൽ എടുക്കല് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ പറഞ്ഞത്. കറി അവിടെ ഇനി അവിടെ നിന്ന് എടുക്കുള്ള അഥവാ ചാടിയാൻ പോയില്ല. നിങ്ങളെ ഫോട്ടോക്ക് വെച്ച് പോവാ. എത്ര പൊറാട്ട ഉണ്ട്? എല്ലാരും കഴിക്കാൻ തുടങ്ങി. ഞാൻ ഇനി വീഡിയോ എടുത്തുകൊണ്ട് നിന്നാലേ കഴിക്കൽ നടക്കൂല. അപ്പോൾ ഇതാണ് അൽഫാം ഉണ്ടാക്കുന്ന വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തി കാണും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.